بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, സൂറത്തു ദുഖാനിൽ കഴിഞ്ഞ ദിവസം വിശ്വസിക്കാത്തവരെ പറ്റി അള്ളാഹു പറഞ്ഞത് ബൽഹും ഫീ ശക്കിൻ യൽഅബൂൻ, അവരൊരു ആശങ്കയിലാണ്, സംശയത്തിലാണ്. ആ സംശയത്തിൽ അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്ക എന്ന് അള്ളാഹു പ്രയോഗിക്കാനുള്ള കാരണം, നിർദ്ദേശങ്ങളും ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നിട്ടും ശ്രദ്ധിക്കാത്തവരെ പറ്റിയാണ് ലാഇബ്, കളിക്കുന്നവൻ എന്ന് പറയുന്നത്. കുറേ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സിഗ്നലുകൾ വന്നിട്ടൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരെ പറ്റി പറയുന്നൊരു പേരാണ് ലാഇബുൻ. അവനൊരു കളിക്കുന്ന ആളാണ്. ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ശ്രദ്ധ പോകാതെ അവനാനൊരു തിയറി ഉണ്ട്, അതിലൂടെ മാത്രം ഇങ്ങനെ നീങ്ങുക. അവനാണ് ആ പേര് പറയല് എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ആയത്തിന്റെ തഫ്സീൽ പറയുന്നുണ്ട്. അപ്പൊ ആ കളിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ വരാതെ, അല്ലാഹു തആലാനെ കുറിച്ച് ചിന്തിക്കാതെ മനസ്സിലാക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കാത്ത ആളുകൾക്ക് ഒരു വലിയ താക്കീതാണ് അല്ലാഹു തആല ചെയ്യുന്നത്. ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ. ഫർതഖിബ്, കാത്തിരിക്കൂ നബിയെ, തങ്ങൾ കാത്തു കഴിയണം. യൗമ തഅതിസ് സമാഉ, സമാ കൊണ്ടുവരുന്ന ഒരു ദിവസം. മേൽഭാഗത്ത് നിന്ന് ബിദുഖാനിൻ മുബീൻ, ഒരു വ്യക്തമായ പുക വരുന്നൊരു ദിവസമുണ്ട്. ദുഖാനും മുബീൻ, എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു നൽകുന്നൊരു ദൃഷ്ടാന്തമുണ്ട്. അതിന് പറഞ്ഞ പേരാണ് ദുഖാൻ, പുക. ആ പുക വന്നാൽ എന്ത് സംഭവിക്കും? യഗ്ഷന്നാസ ഹാദാ അദാബുൻ അലീം. യഗ്ഷന്നാസ്, അത് ജനങ്ങളെ മൊത്തം മൂടിപ്പുതക്കും. എല്ലാവരും അനുഭവിക്കുന്നർത്ഥം. ഹാദാ അദാബുൻ അലീം, ഇതൊരു വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ശിക്ഷയാണ് എന്നെല്ലാവരും പറയും. ഏതാണ് ഈ ദുഖാന് എന്ന് സംബന്ധിയായി പറയാം. പക്ഷെ ആയത്തിന്റെ വിഷയം നേരെ പറഞ്ഞതും ഇപ്പോൾ ഓതുന്നതും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ സമയത്ത് അല്ലാഹു തആല മക്ക നിവാസികൾക്ക് നൽകിയ പുകപടലങ്ങൾ പിടിച്ച് ശരീരവും അവരുടെ മനസ്സും ഒക്കെ ദുഷ്കരമായ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി അള്ളാഹു നൽകിയൊരു ദൃഷ്ടാന്തം. അത് ഏറ്റവും അധികം അവരെ ബാധിച്ചത് വരൾച്ചയിലൂടെയായിരുന്നു. ക്ഷാമം പിടിപെട്ടാൽ പിന്നെ മേലോട്ട് നോക്കൊരു പുകയായിട്ടേ തോന്നുള്ളൂ. കാരണം ഭക്ഷിക്കാനില്ല, കുടിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ജീവിതം വല്ലാത്തൊരു ഹൈറാന്യത്തിലാണ്, പരിഭ്രമത്തിലാണ്. അങ്ങനെയുള്ള ആൾക്ക് മേലോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലൊക്കെ ഒരു പുകയാണ്. അതവരനുഭവിച്ചു നന്നായി. തഫ്സീറുകൾ പറയുന്നുണ്ട് അത് സംബന്ധിയായിട്ടാണ് ഈ ആയത്ത് ഇങ്ങനെ കാത്തിരിക്കാൻ പറഞ്ഞ ശിക്ഷ അതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതല്ല, വേറെയും 2-3 വ്യാഖ്യാനങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ, കാത്തിരുന്നു കാണണം. യൗമ തഅതിസ് സമാഉ, മേൽഭാഗം കൊണ്ടുവരുന്നൊരു സന്ദർഭം, ബിദുഖാനിൻ മുബീൻ, വ്യക്തമായ ഒരു പുക. യഗ്ഷന്നാസ്, എല്ലാവരെയും എല്ലാ ജനങ്ങളെയും മൂടിപ്പുതക്കുന്നൊരു പുക. ആ ശിക്ഷ വരുന്ന സമയത്ത് ആളുകളൊക്കെ പറയും ഹാദാ അദാബുൻ അലീം, ഇത് വേദനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ശിക്ഷയാണ്. പക്ഷെ ആ ശിക്ഷയുടെ കാഠിന്യം കൂടുതൽ അനുഭവിക്കുന്ന ആളുകൾ, അവർ 2 വിഭാഗം ആളുകളാണ്. അത് ഈ ദുഖാനെ സംബന്ധിച്ചും ഇനി വരാനിരിക്കുന്നൊരു ദുഖാനാണ് നോക്കുമ്പോൾ അപ്പോഴും അവർ പറയുന്നൊരു വർത്തമാനമാണ്, റബ്ബന ക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ, ഞങ്ങളുടെ റബ്ബേ ഇക്ഷിഫ് അന്നൽ അദാബ്, ഈ ശിക്ഷയൊന്ന് മാറ്റിത്തരണം, നീക്കിത്തരണം. ഇന്നാ മുഅ്മിനൂൻ, ഞങ്ങൾ വിശ്വസിക്കാൻ റെഡിയാണ്. ഞങ്ങൾ നിന്നെ അംഗീകരിക്കാനും സ്വീകരിക്കാനും വിശ്വസിക്കാനും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ വിശ്വസിച്ചോളം അത് മാറ്റിത്തരണം. അപ്പൊ അല്ലാഹു തആല പറയാണ്, എങ്ങനെ വിശ്വസിക്കാനാ? ഇവരെങ്ങനെ വിശ്വസിക്കുന്ന പറയുന്നത്, അന്നാ ലഹുമുദ് ദിക്റ വഖദ് ജാഅഹും റസൂലും മുബീൻ. അന്നാ ലഹുമുദ് ദിക്റ, ഈ ഒരു ഉത്ബോധനം എങ്ങനെ ഇവർക്ക് ഫലിക്കാനാണ്, എങ്ങനെ ഉപകാരപ്പെടും? വഖദ് ജാഅഹും റസൂലും മുബീൻ, വിശ്വസിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി അവരിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. തങ്ങൾ അവർക്ക് വന്നിരിക്കും. റസൂലും മുബീൻ, ആർക്കും വ്യക്തമാകുന്ന റസൂൽ. അത് റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നുള്ളതിൽ സംശയത്തിന് ഒരു വകുപ്പില്ലാതെ ആർക്കും തിരിയും. പക്ഷേ സുമ്മ തവല്ലൗ അൻഹു, അങ്ങനെ ഒരു റസൂൽ വന്നിട്ട് അവർ പിന്തിരിഞ്ഞു, വിശ്വാസത്തിന് മടി കാണിച്ചിട്ട്. വഖാലു, അവർ പറഞ്ഞു മുഅല്ലമുൻ മജ്നൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. മുഅല്ലമുൻ, ആരോ എന്തോ പഠിപ്പിച്ചു കൊടുത്ത ഒരാളാണ്. മജ്നൂൻ, അതിൽ നിന്ന് എന്തൊക്കെയോ മാനസിക വിഭ്രാന്തി കൊണ്ട് പറയുന്ന ഒരു മജ്നൂനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. ഇങ്ങനെ ഈ ആയത്തുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ സംഭവം കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഒരു ദുഖാന് വരാനുണ്ട്, അത് വരുന്നുള്ളത് ഹദീസിലുണ്ട്. അതിലേക്കുള്ള സൂചനയാണ് എന്ന് പറഞ്ഞവരും മഹാന്മാരിലുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ അടയാളങ്ങൾ ഇങ്ങനെ കൊടുത്ത് ഓരോരുത്തരോട് വിശ്വസിക്കാൻ പറയണ്ട, മക്കക്കാരോടും മദീനക്കാരോടും പറയേണ്ട ആവശ്യമില്ല. അവരിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് വഖദ് ജാഅഹും റസൂലും മുബീൻ, വിശ്വസിക്കാൻ അവർക്ക് അത് തന്നെ മതി. ചിന്തിക്കാനും പഠിക്കാനും ഏറ്റവും കൂടുതൽ ആ റസൂൽ തന്നെ മതി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ മുന്നിൽ പോയിട്ടും വിദ്യ അഭ്യസിച്ചിട്ടില്ല. മക്കക്കാർക്കറിയാം, എല്ലാവർക്കും അറിയാം വിഷയം. പക്ഷെ 40-ന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്, അവരെ മനസ്സിൽ തറക്കുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചുകൊണ്ടാണ്. ഏറ്റവും വലിയ ദൃഷ്ടാന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അപ്പൊ തങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടല്ലോ, എന്നിട്ടെന്താ അവർ സ്വീകരിക്കാത്തത്? അള്ളാഹു ചോദിക്കുന്നത്, അന്നാ ലഹുമുദ് ദിക്റ വഖദ് ജാഅഹും റസൂലും മുബീൻ. ഞാനിങ്ങനെ ഓരോ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ ഓരോ സമയത്ത് കൊടുത്തിട്ട് അതെവിടേക്ക് ഫലപ്പെടാനാണ്? അവർക്ക് ഫലപ്പെടണമെങ്കിൽ അവർ തന്നെ വ്യക്തമായി ആർക്കും തിരിയുന്ന ഒരു റസൂൽ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ എന്നിട്ട് അവർ സ്വീകരിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മൊത്തം മക്കക്കാരിലാണല്ലോ കൂടുതൽ അല്ലാഹു തആല ചെലവഴിപ്പിച്ചത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ പഠിക്കാനാണ്. നമ്മളെ നാട്ടിൽ ഒരാൾ ജീവിക്കുമ്പോൾ അയാൾ വല്ലതും കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ എതിർക്കാൻ വല്ല പഴുതുണ്ടെങ്കിൽ ആൾക്കാർ ആദ്യം അതാ നോക്കുക. അതോടുകൂടി ബാക്കിയൊക്കെ തീർന്ന്.
അതുകൊണ്ടല്ലേ ആൾക്കാർ പറയും അയാളങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല അറിയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 40 കൊല്ലം ജീവിച്ചിട്ട് അവരോട് ചോദിച്ചത്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ, പരലോകമുണ്ട് എന്ന് പറയുമ്പോൾ, മരിച്ചിട്ടൊരു ജീവിതം ഉണ്ട് എന്ന് പറയുമ്പോൾ, ഒരുപാട് സംഗതികൾ പരലോകത്തെ പറ്റി നിങ്ങൾക്ക് അറിയാത്തൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളതൊക്കെ കളവാക്കല്ലേ? പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക്, ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബ്ലിഹി, ഞാൻ നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചു. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ കൗമാരം, എൻ്റെ യൗവനത്തിന്റെ നല്ലൊരു ഭാഗം മുഴുവനായിട്ടും നിങ്ങളിലല്ലേ. കുടുംബജീവിതം ഞാൻ തുടങ്ങിയത് നിങ്ങളിൽ നിന്നാണ്. മക്കളെ ഞാൻ പോറ്റി വളർത്തിയത് നിങ്ങളിൽ നിന്നാണ്. എൻ്റെ കുടുംബക്കാരുമായി സാവസിച്ചത് കൂടുതൽ നിങ്ങളിൽ നിന്നാണ്. അഫലാ താഖിലൂൻ, എന്നിട്ടൊന്ന് ചിന്തിക്ക്, നല്ലോണം ചിന്തിക്കാലോചിക്ക്. എവിടെങ്കിലും ഏതെങ്കിലും ഒരു വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും എതിർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും, എന്നാ പിന്നെ നമുക്കൊന്ന് ബാക്ക് കൊടുക്കാലോ. അപ്പൊ ഏറ്റവും വലിയ തെളിവ് എൻ്റെ ജീവിതം തന്നെയാ തെളിവ്. ഞാൻ നിങ്ങളിൽ ജീവിച്ച 40 വർഷത്തെ ജീവിതമാണ് ഞാൻ ഈ വിളിക്കുന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ ആധാരം. അതാണ്. അതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എങ്ങനെ അവർ സ്വീകരിക്കാതിരിക്കുക? കാരണം തങ്ങൾ ജീവിക്കുന്ന ആ കാലത്തിന് ജനങ്ങളൊക്കെ വിളിക്കുന്ന പേര് ജാഹിലിയത്ത് എന്നല്ലേ. കുട്ടിക്കാലത്ത് പോലും ജാഹിലിയത്തിന്റെ ഒരു സ്വഭാവം പോലും തങ്ങളിലേക്ക് പകർന്നിട്ടില്ല. ബാപ്പയും വല്യാപ്പയും വല്യാപ്പാന്റെ വല്യാപ്പയും ഒക്കെ നോക്കാനുണ്ടായിട്ടും എത്ര കുട്ടികൾ അന്ന് ദുഷിച്ചു. ഇത് തങ്ങളെ പരിരക്ഷിക്കാൻ 10 വയസ്സാകുന്നൊരു ഘട്ടം കൂട്ടി നോക്കുമ്പോൾ ബാപ്പയില്ല, വല്യുപ്പയില്ല. 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് വഫാത്തായി, ഉമ്മയുമില്ല. എന്നിട്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ കാണിച്ചു കൊടുത്ത ജീവിതത്തിന്റെ വിശുദ്ധി, അതാണ് ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. തങ്ങൾ അങ്ങനെ ചോദിച്ച്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജീവിതം ആരംഭിച്ചു, നിങ്ങളൊക്കെ കണ്ടതാണ്. എൻ്റെ കുട്ടിക്കാലം നിങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. മക്കക്കാര് കാബ പുനരുദ്ധാരണം നടത്തുമ്പോ എന്തായിരുന്നു അവരുടെ ശൈലി? അത് ആ നാട്ടിലെ ശൈലി അങ്ങനെ തന്നെ. അവർ ഉടുമുണ്ടയച്ച് തോളിൽ വെക്കും. ഉടുമുണ്ടയച്ചിട്ട് തോളിൽ വെക്കും, കല്ല് ചുമക്കാൻ വേണ്ടിയിട്ട്. തലയിലല്ല കല്ല് ചുമക്കല്, തോളിലാണ്. അവിടെയുള്ള ചുമക്കുന്ന ആൾക്കാരൊക്കെ തോളിലാണ് ചുമക്കല്, തലയിലല്ല. തലയിൽ കൂടുതൽ ഭാരം ചുമക്കാൻ പാടില്ല. തലയിൽ ചെറുതെന്തെങ്കിലൊക്കെ അതിന് കൂടുതൽ പാടില്ല. തോളിലാണ് ചുമക്കേണ്ടത്. വലിയ കിൻഡൽ ചാക്കൊക്കെ ആൾക്കാർ തലയിലല്ല, തോളിലല്ല കൊണ്ടുപോല്. അപ്പൊ തോളിൽ ചുമന്ന് കല്ല് കൊണ്ടുപോകുന്ന സമയത്ത് അവരൊക്കെ ഏർപ്പാടെന്താണെന്നറിയോ? അവർ തുണി വെച്ചിട്ട് അത് 2 ഭാഗത്തും ഇങ്ങനെ വെക്കും. തങ്ങൾ ആ സാധാ തോളിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ ഒരു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടപ്പോ, മോനെ തോളിൽ ഇങ്ങനെ കല്ല് വെച്ച് കൊണ്ടുപോകല്ലേ, മിനയിൽ നിന്നും ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ടുവരണം. ഇന്നത്തെ സുഗമ വഴിയൊന്നുമില്ല, ഇടവഴിയും കുറെ കുന്നു കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ വരണ്ടേ. അപ്പൊ തുണിയൊന്ന് എല്ലാവരും ചെയ്ത പോലെ തുണിയൊന്ന് ഉരിഞ്ഞിട്ട് അതൊന്ന് തോളിൽ വെച്ചാല് ഒരു സുഖം ഉണ്ടാവും കൊണ്ടുപോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുണിയൊന്നിങ്ങനെ, ഏതായാലും ബാപ്പാന്റെ സ്ഥാനത്തൊക്കെ ഉള്ള നിർദ്ദേശിക്കാൻ പറ്റിയ ആളാണല്ലോ അബ്ബാസ് റളിയല്ലാഹു അൻഹു. തുണിയൊന്നിങ്ങനെ ഉരിയാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് തങ്ങൾ ബോധം കെട്ട് വീണുപോയി. കാരണം തങ്ങൾക്കത് പറ്റൂല. അവരൊക്കെ കൂടുതലും നല്ല നല്ല സമയങ്ങൾ നോക്കിയിട്ട് കാബ പ്രദക്ഷിണം ചെയ്യും. അന്നത്തെ കാലത്തും തവാഫ് അന്നുണ്ട്. പക്ഷെ ആ പ്രദക്ഷിണം ഫുള്ള് എല്ലാം സമർപ്പണം എന്നുള്ള നിലക്ക് നഗ്നരായ രൂപത്തിലായിരുന്നു. അത്തരത്തിലൊരു കാഴ്ച കാണാൻ ഒരിക്കലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ എത്തിച്ചിട്ടില്ല. തങ്ങൾ തവാഫ് ചെയ്യുന്ന, തങ്ങൾ പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിലൊന്നും അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളും ഉണ്ടാവില്ല. അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ 1, 2 അല്ല, ഓരോ ദിവസങ്ങളിലും ഓരോന്നാണ്. അതാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. ഞാനിങ്ങനെ ദുഹാനൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നാലഹുമു ദിക്റ വഖദ് ജാഅഹും റസൂലും മുബീൻ. ഇങ്ങനെ ഓരോ ദൃഷ്ടാന്തങ്ങൾ എണ്ണി കൊടുത്തിട്ട് അവർക്ക് ഫലിക്കല് എങ്ങനെ ഫലിക്കാനാണ്? കാരണം അവർക്ക് ഇതൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ ആദ്യമായിട്ട് അവർ ഉൾക്കൊള്ളേണ്ടിയിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലും മുബീൻ,
മുബീൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ അറിയാലോ, മുബീൻ എന്ന് പറഞ്ഞാൽ ആർക്കും തിരിയുന്ന റസൂൽ എന്നാണ്, ആർക്കും വ്യക്തമാകുന്ന റസൂൽ. അതൊരു റസൂലാണ് എന്നുള്ളതിന് ഒരൊറ്റ കുട്ടിക്കും സംശയമില്ല. ആണിനാകട്ടെ പെണ്ണിനാകട്ടെ കുട്ടിക്കാകട്ടെ വലിയവർക്കാകട്ടെ എല്ലാവർക്കും തിരിയും ഇത് റസൂലാണ് എന്നുള്ളത്. എങ്ങനെ തിരിയും? തങ്ങളൊന്നിങ്ങനെ കണ്ട് പിന്നാലെ ഒന്നിങ്ങനെ നടന്നാൽ മതി, അപ്പൊ തിരിയും. ജീവിതം ഒന്നങ്ങനെ അനുഭവിച്ചാൽ മതി കുറച്ചു നേരം. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, പുറം നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില പ്രവർത്തികള്, ചില സ്വഭാവങ്ങള്, ചില നടപടിക്രമങ്ങള് ഇത് കണ്ടിട്ട് വീണ്ടും വീണ്ടും കാണാൻ അവരാശിച്ചു. ഒന്നുകൂടി ഒന്ന് കാണണം. ഒരിക്കൽ ഖുർആനോത്ത് കേട്ടപ്പോൾ ഇനി ഒന്നുകൂടി കേൾക്കണം. കാരണം ആ കേട്ടതിൽ എൻ്റെ കൽബിൽ വല്ലാതൊരു സംഗതി ക്ലിക്കായിട്ടുണ്ട്. രണ്ടാമതും കേട്ടു, മൂന്നാമതും കേട്ടു. ഇപ്പൊ ഉറച്ച്, ഇപ്പൊ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ ഉറച്ചു. തങ്ങളിങ്ങനെ വിളിച്ച് അവരെ വരുത്തിക്കൊണ്ടൊന്നുമല്ല, തങ്ങളിങ്ങനെ ഓതാണ്. ആ ഓത്ത് അപ്പുറത്തുനിന്ന് പോലും ഇങ്ങനെ കേൾക്കാണ്. കേട്ടപ്പോ ഒക്കെ അവരെ കൽബ് തുറന്നുപോയി. ഒരു ദിവസം തങ്ങളെ കൂടെ ജീവിക്കാൻ, 2 ദിവസം ജീവിക്കാൻ, ആ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പോയി. അല്ലെങ്കിൽ തങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുന്നത്, സംസാരിക്കുന്നത്, സമ്പർക്കം ചെയ്യുന്നതൊക്കെ പുറത്തുനിന്ന് നോക്കിക്കാണാണ്. പുറത്തു നോക്കിക്കാണുമ്പോ കുറച്ചൊക്കെ അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ അന്ന് ചിന്തിച്ചു പറയും, സംഗതി എന്ത് പറഞ്ഞാലും ശരി റസൂൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഹിറക്കൽ ചക്രവർത്തി അബൂ സുഫിയാനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നാട്ടുകാരെ മറ്റൊരു ഭാഗത്ത് നിർത്തിയിട്ട് ചോദ്യം ചെയ്യാണ്. ചോദ്യം ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്താണുള്ളത്, മക്കത്തല്ല മദീനത്താണ്. അബൂ സുഫിയാൻ അന്ന് നബി തങ്ങളുമായിട്ട് കരാറിലാണ്, ഹുദൈബിയ കരാറിലാണുള്ളത്. അബൂ സുഫിയാൻ എന്ന കച്ചവട സംഘത്തെ വിളിച്ച് അബൂ സുഫിയാനാണ് നിങ്ങളെ നേതാവ് ഒരു ഭാഗത്ത് നിർത്തി. ഹിറക്കൽ ചക്രവർത്തി പരിഭാഷകനെ മറ്റൊരു ഭാഗത്ത് നിർത്തി, ഞാൻ ഈ ചോദിക്കുന്നത് ഇയാളോട് ചോദിക്കുക. ഇപ്പുറത്ത് നിർത്തിയ നാട്ടുകാരോട്, കൂടെ വന്ന ആൾക്കാരോട് പറഞ്ഞു, അയാൾ പറയുന്നത് എന്തെങ്കിലും ഒരു സത്യമല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾ അപ്പ പറയണം. ഈ അബൂ സുഫിയാൻ എനിക്ക് തരുന്ന ഉത്തരത്തിൽ ഏതെങ്കിലും ഒന്ന് സത്യത്തിന് നിരക്കാത്തുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയണം. അബൂ സുഫിയാനോട് ഇങ്ങനെ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിലും, നിങ്ങളുടെ ഇടയിൽ നബി വന്നിട്ടുണ്ടല്ലേ, തറവാടെങ്ങനെ? നസബിൻ ഫീന, നല്ല മികച്ച തറവാടുള്ള ആളാണ്, ഏറ്റവും വലിയ തറവാട്. എങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള സമ്പർക്കം? നല്ല സമ്പർക്കമാണ്. എന്തൊക്കെയാ കൽപ്പിക്കുന്നത്? ഞങ്ങളോട് കൽപ്പിക്കുന്നത് സ്നേഹത്തോടെ ജീവിക്കണം, കുടുംബബന്ധം ഒരിക്കലും മുറിക്കാൻ പാടില്ല, ആർക്കും ദുൽമ ചെയ്യാൻ പാടില്ല, ബഹുദൈവാരാധന നടത്താൻ പാടില്ല, അതുപോലെ തന്നെ പിഴച്ച മാർഗങ്ങളോടൊന്നും പോകാൻ പാടില്ല, ജനങ്ങൾക്ക് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ജീവിക്കണം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് പറയുന്നത്. പിന്നെ രാജാവ് ചോദിക്കുന്നു, നിങ്ങളും അവരും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഓ, ഏർപ്പെട്ടിട്ടുണ്ട്, യുദ്ധത്തിൽ. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ഒക്കെ അവർക്കൊരു ഊഴുണ്ടാവും, അവരും നല്ലോണം ജയിക്കും. ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഊഴുണ്ടാവും, ഞങ്ങൾ ജയിക്കും. എങ്ങനെ ഇടപാടുകളിലൊക്കെ കൃത്യാണ്. ഇപ്പൊ ഞങ്ങളുമായിട്ട് ഒരു കരാറിലുണ്ട്, ആ കരാറിൽ 100% അവരാ ജയിച്ചത്, ഞങ്ങൾ ഇപ്പോഴും പേടിയിലാണ്. ഹുദൈബിയ കരാറാണ്. കാരണം ഹുദൈബിയ കരാർ നടന്ന് കുറച്ച് ടൈം കഴിയുമ്പോഴേക്ക് ആ കരാറിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ മക്കയിലുള്ള ആൾക്കാർ ലംഘിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒന്നുപോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലംഘിച്ചിട്ടില്ല. തീർത്തും വിപരീതമായ പ്രതികൂലമായ കരാർ. ഇങ്ങനൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ഹിറക്കൽ ചക്രവർത്തി പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ നാട്ടുകാരോട് ചോദിക്കും, ശരി തന്നെയല്ലേ? ശരിയാണ്. അബൂ സുഫിയാൻ അന്ന് സ്വഹാബിയായിട്ടില്ല, മൂമിനായിട്ടില്ല, വന്നിട്ടില്ല. ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് നടക്കുന്നത്. അപ്പോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ഹിറക്കൽ ചക്രവർത്തി അവസാനം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെയാണ് വിഷയമെങ്കിൽ വന്ന ആള് റസൂല് തന്നെയാണ്. അതാ എന്താണ് ഈ വിവരം? എവിടുന്നാണ് ഈ വിവരം കിട്ടുന്നത്? അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഞാനിങ്ങനെ ഓരോ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ അയച്ചു, ചന്ദ്രൻ നിങ്ങൾക്ക് പിളർപ്പായി കാണിച്ചു തന്നു, അതുപോലെ തന്നെ ഒരുപാട് അമാനുഷിക സിദ്ധികൾ കാണിച്ചു തന്നു. പക്ഷെ അതൊന്നുമല്ല വലുത്.
അതിലേറ്റവും വലുത് വഖദ് ജാഅഹും റസൂലും മുബീൻ സുമ്മ തവല്ലൗ അൻഹു വഖാലു മുഅല്ലമുൻ മജ്നൂൻ. എത്ര ഞാൻ ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഫലിക്കണ്ടേ, ഉപകാരപ്പെടണ്ടേ? ഏറ്റവും വലിയ ദൃഷ്ടാന്തം ആർക്കും തിരിയുന്ന, ആർക്കും മനസ്സിലാകുന്ന റസൂൽ വന്നിട്ടുണ്ട്, ഏറ്റവും മഹത്വമുള്ള ഒരു നേതാവ് വന്നിട്ടുണ്ട്. പക്ഷേ സുമ്മ തവല്ലൗ അൻഹു, നിങ്ങൾ മാറിക്കളഞ്ഞു, അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. പിന്തിരിഞ്ഞിട്ട് അവർ പറഞ്ഞ വർത്തമാനം മുഅല്ലമുൻ മജ്നൂൻ, അതാരോ പഠിപ്പിച്ചു കൊടുത്ത വിഷയങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമായിട്ട് സുഖമില്ലാത്ത ഒരാള് എന്ന അർത്ഥത്തിലല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇനി ഇതിനൊക്കെ കണക്കാക്കിയിട്ട് നിങ്ങൾക്കിപ്പൊ തന്ന ശിക്ഷയൊക്കെ ഞാൻ നീക്കിത്തരാം. ഇന്നാ കാശിഫുൽ അദാബി ഖലീലൻ ഇന്നകും മഅഇദൂൻ. അല്ലാഹു പറയാ, ഇന്നാ കാശിഫുൽ അദാബി ഖലീലൻ, പിടിപെട്ട ശിക്ഷ അല്പാൽപമായിട്ട് നമ്മളങ്ങനെ നീക്കിത്തരാം. പക്ഷെ ഇന്നകും മഅഇദൂൻ, ശിക്ഷ ഫുള്ള് മാറിയാലും നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിപ്പോവും. നിങ്ങളിപ്പോ എന്താ എന്നോട് പറഞ്ഞത്? ശിക്ഷ മാറ്റിക്കൊണ്ട പടച്ചോനെ വിശ്വസിച്ചോളാന്നല്ലേ? വിശ്വസിക്കൂല. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ താണ് കീണ അപേക്ഷിക്കും. അത് നീങ്ങിയാലോ പിന്നെ അങ്ങനെ. നമ്മൾ പഴയ കാലത്ത് പറഞ്ഞ ഒരു ചൊല്ലുണ്ടല്ലോ, പാലം കടക്കും വരെ കടന്നാലോ മൂടല. അത് ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. മനുഷ്യന്മാരുടെ പ്രകൃതിയിലുള്ള സ്വഭാവമല്ല, മനുഷ്യൻ നേർക്ക് നേരെ ചിന്തിച്ച് മനസ്സിലാകാണ്ട് വരുന്ന ഒരു അബദ്ധമാണ്. അതായത് അപ്പോഴേക്ക് അവൻ മറക്കാണ്, അവൻ കരാറ് പൊളിക്കാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലേ, കാശിഫുൽ അദാബി ഖലീലൻ, അല്പാൽപമായിട്ട് ഈ ശിക്ഷ ഞങ്ങൾ നീക്കിത്തരും, ഒക്കെ വെളിവാക്കിത്തരും. നിങ്ങളെ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന വരൾച്ച ഫുള്ള് മാറ്റിത്തരും. പക്ഷേ ഇന്നകും മഅഇദൂൻ, നിങ്ങൾ പിന്നെയും മടങ്ങി വരും. നിങ്ങൾ പിന്നും പഴയ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഒരു വിഷയം വരാനുണ്ട്. ഇനിയും നിങ്ങൾ വിശ്വസിക്കാതെ മുന്നോട്ട് പോകുമ്പോ യൗമന ബുത്ഷുൽ ബത്ഷതൽ കുബ്രാ, ഒരു വലിയ പിടുത്തം നിങ്ങളെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ പിടിക്കുമ്പോ ഇന്നാ മുൻതഖിമൂൻ, നിങ്ങളെ നല്ലോണം നമ്മൾ ശിക്ഷിക്കും, നല്ലോണം പ്രതികരിക്കും. കാരണം ദൃഷ്ടാന്തങ്ങൾ എമ്പാടും തന്നു, അതിലൊന്നും നിങ്ങൾ കീഴ്പ്പെട്ടില്ല. ഇനി നിങ്ങൾക്ക് കാരണം പറയാൻ ഒരു പഴുതുമില്ല. അപ്പൊ പിന്നെ നിങ്ങളെ ശിക്ഷിക്കാനേ വഴിയുള്ളൂ, വേറൊന്നുമില്ല. ആദ്യം ഞാൻ ആ ദുഖാനൊന്ന് വിശദീകരിക്കട്ടെ. 3 അഭിപ്രായങ്ങളുണ്ട് ഈ ദുഖാനെ പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാനിരിക്കുന്ന ഒരു ദുഖാനാണ് ഈ പറഞ്ഞത്, ആയത്തിൽ പറഞ്ഞത് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായം. ഇമാം റാസി റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാര് പറഞ്ഞു 3 അഭിപ്രായങ്ങളുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങളൊക്കെ പറഞ്ഞു 3 അഭിപ്രായങ്ങളുണ്ട് ദുഖാനെ പറ്റി. ദുഖാനി മുബീൻ. അതിലൊന്ന്, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചൊരു ദുഖാന് വരാനുണ്ട്, അത് ഇതുവരെ വന്നിട്ടില്ല. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഒരാൾക്ക് ദുഖാന് ഭൂമിയിൽ 40 ദിവസം താമസിക്കുക ദുഖാൻ, ആ പുക. ആകാശഭൂമികൾക്കിടയിൽ ശക്തമായ ഒരു പുകപടലം. അതൊരു പുക ഇങ്ങനെ വന്ന് നിൽക്കല്ല. മുഅ്മിനായ മനുഷ്യ, യഥാർത്ഥത്തിൽ ഈമാനുള്ള മനുഷ്യനും അല്ലാത്തവരും അപ്പോൾ ഒരു ചെറിയ നിലക്ക് വേർതിരിവുണ്ടാവും. ഹദീസിൽ പറഞ്ഞു, ഫഅമ്മൽ മുഅ്മിനു ഫയുസീബുഹു മിസ്ലു സുഖാം, മുഅ്മിനായ മനുഷ്യനൊരു ജലദോഷം പോലെ ഉണ്ടാവുള്ളൂ. ഈ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരാനിരിക്കുന്ന പുകനെ പറ്റിയാട്ടോ 10 അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ പറഞ്ഞപ്പോ അത് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ ഉണ്ടാകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ എണ്ണിയതിൽ ദജ്ജാല് യജൂജ് മഅജൂജ് എണ്ണിയ കൂട്ടത്തിൽ ദുഖാനുണ്ട്. ആ ദുഖാനാ പറഞ്ഞ് 40 ദിവസം ഭൂമിയിൽ നിൽക്കും. എന്ത് കളിച്ചാലും പോകൂല, ഏത് ചികിത്സിച്ചാലും പോകൂല. അതേ സമയത്ത് അമ്മൽ കാഫിറു വൽ ഫാജിർ, കാഫിറും ഫാജിറുമായ മനുഷ്യൻ, ഒന്ന് വിശ്വാസമില്ലാത്തത്, മറ്റേത് കർമ്മരങ്ങളിലും വിശ്വാസരങ്ങളിലും വൈകല്യം ബാധിച്ചത്, അതാ ഫാജിർ എന്ന് പറഞ്ഞത്. 2 കൂട്ടർക്കും അത് അവരുടെ ശരീരത്തിന്റെ മൂക്കിലൂടെയും തുറന്ന ദ്വാരങ്ങളിലൂടെ ഒക്കെ കടക്കും. ശ്വാസം കിട്ടാതെ അവരാകങ്ങോട്ട് വിഷമിക്കും, വല്ലാത്ത വിഷമത്തിൽ ഏർപ്പെടും. ആൾക്കാരിങ്ങനെ ചിന്തിക്കണ്ട, അപ്പൊ വന്നത് അതായിരിക്കുന്നില്ലേ? വന്നത് അതാകാൻ സാധ്യതല്ല. കാരണം ചില ഹദീസിലൊക്കെ ഈ 10 അടയാളങ്ങൾ പറഞ്ഞു കൊടുത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് 10 വെളിവാകുന്നതിൽ ലോകത്ത് ആദ്യം ജനങ്ങൾക്കൊക്കെ തിരിയുന്ന അടയാളം ദജ്ജാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1ാമത് എണ്ണിയതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതല്ലല്ലോ. ദജ്ജാല് ആദ്യം വെളിവാകാന്ന് പറഞ്ഞാല് ദജ്ജാലിന്റെ മുമ്പ്, ദജ്ജാല് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഒക്കെ വരാനുണ്ട്.
പക്ഷെ മഹദി ഇമാമൊക്കെ വന്ന് നേതൃത്വം നൽകുമ്പോഴും ആളുകളുടെ ശ്രദ്ധയിലേക്ക് ആദ്യം അങ്ങോട്ട് വരുന്ന ആള് ദജ്ജാലാണ്. കാരണം ദജ്ജാലിന്റെ ആഗമനം വല്ലാത്തൊരു ചർച്ചയും ലോകത്ത് വല്ലാത്തൊരു ഇടങ്ങേറാണ് ദജ്ജാലിന്റെ ആഗമനം കൊണ്ട് സൃഷ്ടിക്കുന്നത്. അപ്പൊ മഹദി ഇമാമൊക്കെ വന്ന് ജനങ്ങൾക്ക് നേതൃത്വം നൽകി കുറച്ച് കാലങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആ വരുന്ന പുകയാണെങ്കിൽ 40 ദിവസം ഇവിടെ ബാക്കി നിൽക്കുന്നു. അതിതുവരെ വന്നിട്ടില്ല ലോകത്ത് എന്ന അഭിപ്രായപ്പെട്ട മഹാന്മാരിൽ ഒരുപാട് മഹാന്മാരുണ്ട്. അലി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങി ഒട്ടനേകം സ്വഹാബിമാര് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ദുഖാന് വരാനിരിക്കുന്ന ദുഖാനാണ്, വന്നിട്ടില്ല, ഇനിയും ഒരുപാട് വരാനുണ്ട്. പക്ഷെ അത് വരുന്ന സമയത്ത് ഇങ്ങനെയാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കേടായി ബാധിക്കൂല. അത് ആഖിറത്തിലെ ഗൗരവങ്ങളും അങ്ങനെ തന്നെയാണ്. ആഖിറത്തിൽ ഇപ്പോ ഫീ യൗമിൻ കാന മിഖ്ദാറു 50,000 സന, 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞല്ലോ. അർശിന്റെ തണല് കൊള്ളുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനാത്തുകളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർക്കാണെങ്കിൽ അതൊരു അസുർ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം ഉണ്ടാവുള്ളൂ. അത് രണ്ടും രണ്ട് രൂപത്തിൽ അനുഭവിക്കാൻ കഴിയുമോ എന്നുള്ളതിന് തെളിവൊക്കെ ഉണ്ട് ദുനിയാവിൽ. ഒരു കട്ടിലിൽ കിടക്കുന്ന രണ്ടാളുകൾ തന്നെ ഒരാള് നല്ലോണം ഉറങ്ങിയിട്ടുള്ള സുഖവും മറ്റാൾ ഉറക്കം വരാത്ത ഇടങ്ങേറും അനുഭവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഉറക്കം വരാത്ത ആളെ സംബന്ധിച്ച് ഈ രാത്രി വളരെ ദൈർഘ്യമാണ്. ഒരു നിലക്ക് എന്താ സുബഹി ബാങ്ക് കൊടുക്കാത്ത അയാൾ 10-15 പ്രാവശ്യം വാച്ചിലേക്ക് നോക്കുന്നു. നല്ലോണം ഉറങ്ങുന്ന ആള് അയാള് സുബഹി ബാങ്ക് കൊടുത്ത് പെട്ടെന്ന് എണീറ്റുമ്പോ അരമണിക്കൂർ മുമ്പല്ലേ ഞാൻ കടന്നത് എന്നാണ് അയാളുടെ അടുത്തുള്ളത്. രണ്ടുപേരും കടന്ന ഒരേ ടൈമിൽ തന്നെ. രണ്ടനുഭവങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ അത് ശരിയായ രൂപത്തിൽ അനുഭവിക്കും. അവിടെ അത്രയും ദൈർഘ്യം അനുഭവിക്കും. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാകൂല. ഏതുപോലെ ഇവിടെ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്നത് മുഅ്മിനീങ്ങളാണ്. ഈ പ്രതിസന്ധികൾ അവർ തരണം ചെയ്യുന്നൊരു പ്രശ്നമാക്കാതെ, അതേ സമയത്ത് ഇവിടെ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി വന്നാൽ ഏറ്റവും വലിയ ഇടങ്ങേറും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈമാനില്ലാത്തവരാണ്. ഇവിടെ ഉണ്ട് അങ്ങനെ. അപ്പൊ ആഖിറത്തിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഈ വരുന്ന ദുഖാന് അല്ല, ഇനി നമ്മളൊക്കെ കാണാൻ പോകുന്ന ജനങ്ങൾ കാണാൻ പോകുന്ന ദുഖാനാണ് എന്ന നിലക്ക് ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 10 അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ദുഖാനും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദുഖാന് വരാനിരിക്കുന്ന ഒരു ദുഖാനാണ്. ആ ദുഖാന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിടിപെടും. ആ 10 അടയാളങ്ങൾക്ക് അവസാനം ഹദീസിൽ പറഞ്ഞു, അവസാനം കുറിക്കുന്നത് 10 അടയാളങ്ങളും കഴിഞ്ഞാൽ പിന്നെ യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തണുത്ത കാറ്റ്, ആ തണുത്ത കാറ്റ് വിശ്വാസികളുടെ ശരീരത്തിലേക്ക്, അവരുടെ മൂക്കിലേക്കും കക്ഷഭാഗത്തേക്കൊക്കെ അടിച്ചു വീശുമ്പോൾ ഈമാനുള്ളവരൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ രാജ്യത്തു നിന്ന് അങ്ങനെ മരിച്ചു പിരിയും. പിന്നെ ഇനി ലോകാവസാനം സംഭവിക്കാനുള്ള വിഷയത്തിലേക്കാണ് പോകുന്നത്. അടയാളങ്ങൾ കഴിഞ്ഞല്ലോ. പക്ഷേ ചില ഹദീസിൽ ഈ ദുഖാന് വരാൻ കാത്തിരിക്കേണ്ട, അതിനു മുമ്പ് തന്നെ അമൽ ചെയ്തോളൂ. അതുപോലെ തന്നെ ദജ്ജാല് വരാൻ കാത്തിരിക്കേണ്ട, അതിനു മുമ്പ് തന്നെ അമൽ ചെയ്തോളൂ. ദാബത്തുൽ അർള് വരാൻ കാത്തിരിക്കേണ്ട, അതിനു മുമ്പ് തന്നെ അമൽ ചെയ്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ പറയുക, ലോകത്ത് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ആൾക്കാർക്ക് അമൽ ചെയ്യാനുള്ളതാവില്ല. ആൾക്കാർക്ക് ബേജാറ് കൂടിയിട്ടേ ചെയ്യുന്ന അമലിനൊക്കെ ആൾക്കാർ മാറിപ്പോവും. അതാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അടയാളങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് നല്ലോണം ചെയ്തു വെക്കേണ്ടത് ചെയ്തോളി എന്ന് നമ്മളോട് ഇങ്ങനെ വാൺ ചെയ്യാൻ കാരണം, ലോകത്ത് അങ്ങനെ സംഭവം സംഭവിച്ചാൽ ആൾക്കാരിന് പിന്നാലെ പോവും, അന്വേഷിക്കപ്പെടും സദാസമയത്ത്. നിങ്ങൾ നോക്കി, നമ്മളെ നാട്ടില്, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നമ്മളെ നാട്ടില് വളരെ കൊട്ടിഘോഷിച്ച് ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്ന, ഇതുവരെയൊന്നും നടക്കാത്ത രീതിയിലുള്ള ഒരു ഉജ്ജ്വല തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എത്ര അമല് നമുക്ക് മുടങ്ങും? ഒരു 3-4 ആഴ്ച. കാരണം അതിന്റെ ആ റിസൾട്ട് വരുന്ന ആ 2 ദിവസത്തിലാണ് മൊത്തം റിസൾട്ട്, അല്ലെങ്കിൽ 3 ദിവസത്തിലാണ് റിസൾട്ട് വായിക്കണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളെ ശുഗലെന്താ? ആളുകൾ എന്തിനാ പഠിച്ചോനെ മറ്റോടത്താരായിരിക്കും, ഇങ്ങനെ എണ്ണി വരാണ്, അവിടെ ആരായിരിക്കും. അപ്പൊ ഇതിന് മണിക്കൂർ കഴിഞ്ഞ്
ചിലർക്ക് നിസ്കാരം പോയി, ചിലർക്ക് അതൊരു ഒരു റമദാനാണെങ്കിൽ നോമ്പും പോയി, ഖുർആനോത്ത് പോയി, സുന്നത്ത് നിസ്കാരങ്ങൾ പോയി, പലതും പോയി. അങ്ങനെ ആളുകളുടെ ശ്രദ്ധ അതിലേക്കാണെങ്കിൽ അമലൊന്നും നടക്കൂല. അപ്പൊ ഒരു ദജ്ജാല് ലോകത്ത് വന്നു എന്നാ പറഞ്ഞെങ്കിൽ ലോകമെമ്പാടുള്ള ആൾക്കാരുടെ ശ്രദ്ധയും ബേജാറും പരിഭ്രമവും മൊത്തം അതിലേക്കാണ്. അപ്പൊ ആൾക്കാരിങ്ങനെ നോക്കും, നെറ്റിലിങ്ങനെ നോക്കും, എവിടെ എത്തിയെന്ന്. പടച്ചോനെ, ആൾ അവിടെ എത്തിയിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്, കുറച്ചുകൂടി കഴിഞ്ഞ് മറ്റൊരിടത്ത് എത്തിയിട്ടുണ്ട്. ബേജാറ് കൂടാൻ തുടങ്ങി, അവസ്ഥ മാറാൻ തുടങ്ങി, അന്വേഷണങ്ങൾ പല ഭാഗത്തേക്കും. നിങ്ങളെ ഈ അന്വേഷണങ്ങളും ചർച്ചകളും മറ്റുമായി പോകുമ്പോൾ വ്യക്തിപരമായി തീർക്കേണ്ട അമലുകളൊക്കെ മുടങ്ങി. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് അമൽ ചെയ്തോളി ഇറങ്ങാൻ. എന്താ, രോഗം വരുമ്പോ ഒരുപാട് അമൽ ചെയ്യാൻ പൂതി ഉണ്ടാവും, പക്ഷെ നടക്കുവോ? നടക്കൂല. ആഗ്രഹം ഉണ്ടാവും, താല്പര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ കാര്യം നടക്കൂല. ആരോഗ്യകാലത്ത് നടക്കുള്ളൂ. ആരോഗ്യമുള്ള സമയത്ത് ഉറക്കൊഴിക്കാൻ യാതൊരു പ്രശ്നവുമില്ല ആളുകൾക്ക്. എവിടെ പ്രശ്നം? രാത്രി 1 മണിയായാലും 2 മണിയായാലും 2 മണിക്കൂർ ഉറങ്ങിയിട്ടല്ല, ആ ഒരു പ്രശ്നമില്ലാന്ന് പറയും. പകൽ ഉറങ്ങിയില്ല പ്രശ്നമില്ല പറയും. പക്ഷെ ആ ആരോഗ്യഘട്ടം, ആ ഒരു നല്ല രക്തത്തിളപ്പുള്ള രക്തം കഴിഞ്ഞാൽ പിന്നെ ആ ഉറക്കൊഴിക്കാൻ കഴിയില്ല. അപ്പൊ ആ ഉറക്കൊഴിക്കാൻ കഴിയുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നില്ലേ, അവിടെ മുതലാക്കേണ്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ്, പിന്നെ നടക്കൂല. ഓരോന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ എണ്ണി ഇങ്ങനെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ പറഞ്ഞ ദുഖാന കൊണ്ട് ഉദ്ദേശം ഒന്ന് വരാനിരിക്കുന്ന ദുഖാനാണ്. രണ്ടാമത്തെ അഭിപ്രായം, ഖുറൈശികൾക്ക് അനുഭവപ്പെട്ട ഒരു ദുഖാനുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന മൂലം. ദുഖാന് ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് പറയുന്നത്. മൊത്തം മൂടിപ്പുതക്കുന്ന രൂപത്തിൽ എല്ലാവരും അനുഭവിക്കും. ഇപ്പൊ ഒരു ഭാഗത്ത് തീ കത്തിച്ചുള്ള പുകപടലങ്ങൾ പടർന്നാൽ എങ്ങനെ ഉണ്ടാവും, അതേ രൂപത്തിൽ എല്ലാവരും. അങ്ങനെ ഒരു ദുഖാന് വന്നു എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ല. എല്ലാവരും അറിയും, എല്ലാവരും അനുഭവിക്കും. പക്ഷെ മൂമിനായ മനുഷ്യന്റെ അനുഭവവും അല്ലാത്തവരുടെ അനുഭവവും മാറ്റമുണ്ടാകും. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. എപ്പോഴാണോ സംഭവിക്കുന്നത്, ആ സംഭവിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഏത് ലിസ്റ്റിലാണ് എന്നൊക്കെ ഇനിയുള്ള അടയാളങ്ങളൊക്കെ ഉള്ളതൊക്കെ തിരിച്ചറിയാൻ പോവുകയാണ്. ദജ്ജാല് വന്നാലും കുറെ ആൾക്കാരെ തിരിച്ചറിയും. ഓനൊന്നും ഈമാനിന്ന് പോയോ, ഓനൊന്നും പോകൂലെന്ന് കരുതിയെന്നല്ലോ. ഇപ്പൊ പലരെ പറ്റി നമ്മൾ പറയില്ലേ, അയാൾ ഈമാനിന്ന് പോയോ, അയാളൊന്നും ശരിയായ നിലക്കുള്ള സുന്നത്തമായത്തൊന്ന് പോയോ, അയാളും പോയി. അന്ന് അങ്ങനെയുള്ള ചർച്ച ഒരുപാടുണ്ടാവും സഹോദരങ്ങളെ. ദജ്ജാല് വരും, ദാബത്തുൽ അർള് വരുമ്പോ തലേന്ന് വരെ മൂമിനായിട്ട് ശരിക്കും വിശ്വസിച്ച ഒരു 65കാരുണ്ടായിരുന്നു. ദാബത്തുൽ അർള് വന്ന ഒരു വര വരച്ചപ്പോ അയാൾ ഈമാൻ ലിസ്റ്റിലല്ല, മറ്റേ ലിസ്റ്റിലാണ്. ദാബത്തുൽ അർള് ഒരു മുഖത്ത് മൂക്കിലൊരു വര വരക്കുന്നതാണ്. ഈമാനുള്ളവന് ഒരു പ്രകാശിക്കുന്ന അടയാളം, അല്ലാത്തവന് ഒരു കരുവാളിച്ച അടയാളം ഉണ്ടാവുന്ന. ആളുകളൊക്കെ പേടിച്ച് പല ഭാഗത്തേക്ക് ഓടും. ഓടിയാലും വേറൊരു ഭാഗത്തെത്തിയാല് ദാബത്തുൽ അർള് എത്തും. സദാ ദാബത്തുൽ അർള് എല്ലാ സ്ഥലത്തും എത്തും. ഓൾ പെർമിറ്റാണ്. പള്ളിയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ഓരോരുത്തർ ഓരോ വര വരച്ചാല് നിസ്കരിച്ച് ഇറങ്ങണ കൂട്ടത്തിൽ തന്നെ, നിസ്കരിച്ച് ഇറങ്ങണ ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ മുഅ്മിനും അല്ലാത്തവരും. ദജ്ജാല് വരുമ്പോൾ ദജ്ജാലിന്റെ ഓരോ അവസ്ഥകൾ കാണുമ്പോൾ സഹോദരങ്ങളെ, ഓരോ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ കൂടെ കൂടുമെന്ന് വെച്ചാല് നിങ്ങൾക്കിപ്പോ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഏറ്റവും നല്ല എന്താ നിങ്ങൾ, ഇത്രയും ബുദ്ധി വികസിച്ചു, സൗകര്യങ്ങൾ വികസിച്ചു, പഠിക്കാനുള്ള സൗകര്യങ്ങൾ വികസിച്ചു എന്നൊക്കെ നമ്മൾ പിന്നെ വാദിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിലെ ബുദ്ധിയും തലച്ചോറുകളൊക്കെ മനുഷ്യന്മാര്, നല്ല ബുദ്ധിയൊക്കെ അല്ലാഹു തആല കൊടുത്ത മനുഷ്യന്മാര് ഏതോ ആൾക്കാർ വിയപ്പലക്കുന്ന യുക്തിവാദികളെ പിന്നാലെ എത്ര കൂടിക്കുന്നത്. യുക്തിവാദികളെ പിന്നാലെ എത്ര കൂടുന്നത്. എന്താ അവരത്ത് തെളിവുള്ളത്? അവരത്ത് അവര് പറയുന്ന ആ തൊള്ളപ്പൊളിക്കുള്ള യുക്തി എന്നല്ലാതെ വേറെന്താണ് അതിനിപ്പോ യുക്തി എന്ന് പറയാണ്ടോ? ശരിയായ ബുദ്ധിമാന്റെ മുന്നിലെത്തുമ്പോ പൊളിഞ്ഞു പോകുന്നതാണ്. ആ യുക്തി അറിയില്ല. ശരിയായ ബുദ്ധിയുള്ള ആളെ മുന്നിലെത്തുമ്പോ അതൊക്കെ തകർന്നു പോകും. അവര് വിലയിരുത്തുമ്പോ ആ വിലയിരുത്തുന്ന ആ ക്ലാസ്സിലും മറ്റും വിട്ടുപോകുന്ന ആൾക്കാർ അനുദിനം എത്ര വർദ്ധിക്കുന്നത്. മറ്റേത് സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന അത്ഭുത കാഴ്ചകളുമായി ദജ്ജാല് വരുമ്പോ എത്ര ആള് പോവും?
കാരണം ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് ആ വേണ്ട കാര്യം ദജ്ജാൽ നിറവേറ്റി കൊടുക്കുമ്പോൾ പിന്നെ ദജ്ജാലിനല്ലേ ആൾക്കാർ വിശ്വസിക്കുക. വിശ്വസിക്കാത്തവൻ ശരിയായ ഈമാനുള്ളവരുണ്ടാവുള്ളൂ. ഓൻ ഒരു മുറാദും ഹാസിലാകണ്ട, നീ താനിച്ച കാഫിറാണ് മൂത്തൂക്കി പറയും. അല്ലാത്തവരൊക്കെ കുടുങ്ങും. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകൾ മാത്രല്ല, എന്തെങ്കിലും ഒരു വിസ്മയം കാണുമ്പോൾ പോയി കൂടുന്ന ആളുകളൊക്കെ പെടും. അതിലേറ്റവും കൂടുതൽ ലോകത്ത് പെടുന്നവരാണ് യഹൂദികൾ. അവര് പെടും. അങ്ങനെ തുടങ്ങിയുള്ള വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച ആളുകളൊക്കെ പെടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്തുണ്ടായ ദുഖാൻ എന്ന് പറയുകയാണെങ്കിൽ ശക്തമായ വിശപ്പ് ഇവർക്ക് വന്നു. വിശപ്പ് വന്നാല് കണ്ണിന്റെ കാഴ്ചയൊക്കെ താഴോട്ട് ഇങ്ങനെ കണ്ണൊക്കെ ക്ഷീണിച്ച് മേലോട്ട് നോക്കുമ്പോ ഒരു പുകയെ പിന്നുണ്ടാവുള്ളൂ. എവിടെ കണ്ടാലും ഒരു പുക ഉണ്ടാവുള്ളൂ. വിശ്വാസരംഗത്ത് നിന്ന് ദൃഷ്ടാന്തങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവര് വൈദ്യുതി മാറിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അഷ്ദുദ് വതുഅതക അലാ മുളർ, അല്ലാഹുവേ ഈ മുളർ ഗോത്രക്കാർക്ക് നിന്റെ പിടുത്തം നീ ഒന്ന് ഗൗരവം കൂട്ടി കൊടുക്കണം. വജഅൽഹാ അലൈഹിം സിനീന കസിനി യൂസുഫ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായില്ലേ, അതുപോലെ വരൾച്ച നൽകിയിട്ട് നീ അവരെ ഒന്ന് പാഠം പഠിപ്പിക്കണം. ഒരു കൊല്ലം വരൾച്ച അങ്ങോട്ട് വന്നു. ഹത്താ അകലുൽ ജീഫ വൽ ഇളാം, എല്ലും ശവങ്ങളൊക്കെ അവർ ഭക്ഷിച്ചു തുടങ്ങി. കായ്ക്കനികൾ ധാന്യങ്ങളൊക്കെ അസ്തമിച്ചു. വിശപ്പിന്റെ ഊക്കുകൊണ്ട് കുഴിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിരുന്ന എല്ലുകളെടുത്ത് പൊടിച്ചിട്ട് ഭക്ഷിക്കാൻ തുടങ്ങി, ശവങ്ങളെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. ഒരിക്കലും മനുഷ്യൻ കഴിക്കാത്ത കയ്പ് അനുഭവിക്കുന്ന വസ്തുക്കളൊക്കെ, ഇലകളും കായകളൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങി. വൽ ഇൽഹിസ, തൊടൂലത് നമ്മളെ നാട്ടിലൊക്കെ ആട്ടങ്ങ എന്ന് പറഞ്ഞ സാധനല്ലേ, അതൊന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കയ്യന് നല്ലോണം ഒരുപാട് വട്ടം കഴിക്കേണ്ടി വരും. എന്തൊരു കയ്പാ, ചെറിയ കയ്പൊന്നുമല്ല. അങ്ങനെ ചില ഇലകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കയ്പ് അതിന്റെ നീരൊക്കെ ആയാലും നല്ല കയ്പുണ്ടാവും. ഇതൊക്കെ ഭക്ഷിക്കുന്നത്. ഭക്ഷിച്ചിട്ട് പിന്നെ മേലോട്ട് നോക്കിയാലും ഒരു പുക, താഴോട്ട് നോക്കിയാലും ഒരു പുക. ആൾക്കാരെങ്ങനെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആരും കാണുന്നില്ല, ഒക്കെ ഒരു പുക മൂടിയിട്ട്. അത്രയും ഗൗരവത്തിലുള്ള വിശപ്പ് ഇങ്ങോട്ട് വന്നപ്പോ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് കുറെ ആളുകൾ വന്നു. അവര് വന്നിട്ട് പറഞ്ഞു, നമ്മളൊന്നെങ്കിൽ കുടുംബക്കാരല്ലേ, കുടുംബബന്ധം ഓർമ്മിപ്പിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീന. ഒരു കുടുംബത്തെ ഓർമ്മപ്പെടുത്തിയാൽ തങ്ങളെ കൽബ് പെട്ടെന്ന് അലിയുന്നവർക്കറിയാം. അള്ളാഹുവിനെ സത്യം ചെയ്ത് കുടുംബത്തെ സത്യം ചെയ്തിട്ട് അവർ പറഞ്ഞു, നിങ്ങളൊന്ന് ദ്വാരന്നിട്ട് ഈ അവസ്ഥ ഒന്ന് മാറ്റിത്തരണം, ഞങ്ങൾ വിശ്വസിച്ചോളാം. അതാണ് റബ്ബന ക്ഷിഫന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. പടച്ചോനോട് അവർ പറഞ്ഞു, പടച്ചോനെ ഈ അദാബൊന്ന് നീക്കിത്തരണം, ഞങ്ങൾ വിശ്വസിച്ചോളാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പറയുന്നു, ഈ സംഭവത്തെ സംബന്ധിച്ചാണ് ഖുർആൻ ഈ പറയുന്ന ദുഖാൻ. കുറെ ആൾക്കാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞ ഫർതഖ് ബിയൗമ തഅതിസ്സമാഉ ബിദുഖാനിൻ മുബീൻ. അത് നന്നായിട്ട് അങ്ങോട്ട് അനുഭവിച്ചവര് അനുഭവിച്ചപ്പോ ആ അനുഭവിച്ച ഘട്ടത്തിൽ അവര് വന്നിട്ട് കേണപേക്ഷ നടത്തിയപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ദുആ ചെയ്തു കൊടുത്തിട്ട് അത് മാറ്റിക്കൊടുത്തു. പക്ഷേ മാറ്റിക്കൊടുത്തിട്ട് എന്താ കാര്യം? പിന്നെയും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയി. അത് വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച ആളുകൾ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം വരുമ്പോ അവർ ആ പരീക്ഷണം നീങ്ങിക്കിട്ടാൻ എല്ലാ പഴുതും ഉപയോഗിക്കും. അത് നീങ്ങിയാലോ പിന്നെയും പഴയ പടിയിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു ദുരന്തങ്ങളൊക്കെ ഉണ്ടോ, ദുരിതങ്ങളൊക്കെ ഉണ്ടോ, വീഴ്ചകളൊക്കെ ഉണ്ടോ, ഷോക്കായിട്ട് അള്ളാഹു വല്ലപ്പോഴും വല്ലതും തന്നാൽ നമ്മളെങ്ങനെ ചിന്തിക്കണം, ഇതെന്തിന്റെ പേരിൽ വന്നു, ഞാൻ എന്ത് വീഴ്ചയാണ് വരുത്തിയതെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഇനി അത്തരത്തിലൊന്നും ഉണ്ടാകൂല എന്നാ തീരുമാനിക്കേണ്ടത്. അവിടെ നമ്മൾ തീരുമാനം വരേണ്ടത്. അല്ലാതെ മറിച്ചല്ല ചിന്തിക്കണ്ടേ, എങ്ങനെ ഇത് സംഭവിച്ചു, അങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, എന്റെ ഭാഗത്തു നിന്നൊരു കൃത്രിമം നടന്നിട്ടുണ്ട്, ആ കൃത്രിമം നടന്നതിന് അള്ളാഹു എനിക്ക് തന്ന വാണിംഗാണ്, ഇനി മേലാലത് സംഭവിക്കാത്ത വിധത്തിൽ തൗബ ചെയ്തിട്ട് ഞാൻ തിരുത്തേണ്ടതുണ്ട്, മടങ്ങേണ്ടതുണ്ട്
എന്റെ ഭാഗത്തു നിന്ന് ളുൽമു സംഭവിച്ചിട്ടുണ്ട്, ളുൽമിന് അള്ളാഹു തന്ന ശിക്ഷയാണ്, ഇനിമേൽ ആ ളുൽമു സംഭവിക്കരുത്. അത് മറ്റുള്ളവരിലേക്ക് പഴിചാരുന്നതിനേക്കാളും നല്ലത് നമ്മളിലുള്ള വീക്ക്നെസ്സുകൾ നോക്കിയിട്ട് തിരുത്തലാ നല്ലത്. അപ്പോഴേ ആ കാര്യത്തിൽ വിജയം കിട്ടുള്ളൂ, അല്ലേ? ചില ആൾക്കാരൊക്കെ പറയും, ഇന്ന് രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു സുഖമില്ലാത്ത കാഴ്ച. അതെന്താ സുഖമില്ലാത്ത കാഴ്ച? ഇവന് ഒരു നിലക്ക് അയാളെ പിടിക്കൂല, പക്ഷെ അയാള് മുത്തക്കിയാണ്, സ്വാലിഹയാണ്. ഇവന് പിടിക്കാത്തത് കൊണ്ടാണ് ഇവൻ പറയുന്നത് ഇന്നിപ്പോ അയാളെ കണ്ടതുകൊണ്ട് കാര്യങ്ങളൊന്നും ശരിയാകൂല. സംഗതി വശാൽ അയാളെ കാര്യങ്ങളൊന്നും അന്ന് ശരിയായില്ല എന്ന് കൂട്ടിക്കോളൂ. അപ്പൊ അയാൾ ആ കാരണം തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ അയാളോട് ചോദിക്കണം, എന്താ പ്രശ്നം? ഇന്ന് കാര്യങ്ങളൊക്കെ നേരെ തല തിരിച്ചിട്ടാണ്. നിങ്ങളെ ഭാഗത്തു നിന്ന് വല്ല വീഴ്ചയും സംഭവിച്ചു? ഒന്നും സംഭവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയതാണ്, ഇല്ല ഒന്നും സംഭവിച്ചില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. എന്റെ ഭാഗം സംഭവിച്ചില്ല, ഞാൻ രാവിലെ ഒരു കാഴ്ച കണ്ട, ആ കാഴ്ച ഞാൻ സത്യത്തിൽ പറ്റിച്ചു. അപ്പൊ അയാളോട് വിദഗ്ധനായ ഒരാൾ വന്നിട്ട്, അല്ല സുഹൃത്തെ, നിങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താ? നിങ്ങൾ രാവിലെ പുറത്തിറങ്ങുമ്പോ തന്നെ നിങ്ങളെ ഉമ്മ നിങ്ങളോട് ചോദിച്ചു, മോനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നിവിടെ നടത്താനുണ്ട്, എപ്പോഴാ വരിക? നടത്താളൊക്കെ നിങ്ങൾ നടത്തിക്കോളൂ, എനിക്കതിനൊന്നും സൗകര്യമില്ല എന്നൊരു വർത്താനങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് അള്ളാഹു തആല നിങ്ങൾ ഇന്ന് സൗകര്യങ്ങൾ കുറച്ചതാണ്. അത് ശരിയാണ്. ഇപ്പോഴാണ് ആൾ ആലോചിക്കുന്നത്. മറ്റാൾ വന്ന് പറഞ്ഞപ്പോ ഇന്ന് നിങ്ങൾ ഉമ്മാനോട് നേരെ എതിരായി സംസാരിച്ചതുകൊണ്ട് ഇന്നത്തെ വിദ്വേഷമൊക്കെ മോശം, ഒക്കെ പോക്കാണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് മുഴുവൻ അള്ളാഹു തടഞ്ഞു വെച്ച എന്തിനാണ്? തരാൻ അള്ളാന്റെ അടുത്തുള്ളതായിട്ടല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി മടങ്ങിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. അപ്പൊ അയാൾ മനസ്സിലാക്കി, ശരിയാണെന്ന് കണ്ട കാഴ്ചയല്ല പ്രശ്നം, എന്നാ അവിടുത്തതും അല്ല പ്രശ്നം, ഇവിടുത്തും അല്ല പ്രശ്നം. രാവിലെ തന്നെ പറഞ്ഞൊരു വാക്കിന് മറുപടിയായി പറഞ്ഞത് ശരിയായില്ല, കുരുത്തം കെട്ട വാക്കായി. ഞാനൊരു മിസാല് പറഞ്ഞതാണ്, ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു നോക്കി, അതാണ് സത്യം. എന്നാ പിന്നെ നമ്മളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ കാര്യങ്ങൾ റെഡിയാവും. പക്ഷെ വിലയിരുത്തൽ പൊതുവെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആകുമ്പോഴാണ് റെഡിയാകാത്തത്. നമ്മളിൽ നിന്ന് എന്ത് വീക്കും? ഇവിടെ ഇപ്പൊ അല്ലാഹു തആല ഇവർക്ക് ശിക്ഷയൊക്കെ മാറ്റിക്കൊടുക്കാൻ, എല്ലാം മാറ്റിത്തരാം. പക്ഷേ ഇന്നക്കും ഇതോ, നിങ്ങൾ തിരിച്ചു വരും, നിങ്ങൾ മടങ്ങി വരും. അല്ലാഹു തആല വിശ്വാസമൊക്കെ റെഡിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല ഓരോന്നും മാറ്റിക്കൊടുത്തു. ഇത് മുമ്പ് കാലത്തും അങ്ങനെ തന്നെയല്ല. നിങ്ങൾ നോക്കി, ഇതിന് ശേഷം ആ ചരിത്രം പറയുന്നുണ്ട്. അവിടെ പറയുമ്പോൾ നമുക്കിത് പറയാം. ബനി ഇസ്രായേൽക്കാർക്ക് എത്ര ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല കൊടുത്തില്ലേ? എന്നിട്ട് ആ ദൃഷ്ടാന്തങ്ങളൊക്കെ ഓരോന്നും കിട്ടുമ്പോൾ അവർ പറഞ്ഞ വാക്കെന്താ അറിയും? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്, മൂസാ നബിയെ നിങ്ങൾക്ക് ദ്വാരക്കാൻ നല്ലോണം അറിയല്ലോ, നോക്കി അവർ പറഞ്ഞ വർത്തമാനം, ഉദുഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദകാം. ചെറിയ വർത്താനല്ലത്. ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കുന്നു. മൂസാ നബി ദ്വാരന ഉത്തരം കിട്ടുന്നു, മൂസാ നബിക്ക് അങ്ങനെ ദ്വാരക്കാൻ നല്ലോണം അറിയുന്നു. ശരിക്കും അറിയുന്ന കൂട്ടരാ പറയുന്നത്, നിങ്ങളൊന്ന് ദ്വാരക്കി, ഇതൊന്നും മാറിയാ ഞങ്ങൾ റെഡിയാണ്, വിശ്വസിച്ചോളാം, ഞങ്ങൾക്ക് യാതൊരു മാറ്റമില്ല. അങ്ങനെ എത്ര തരംതരായി അള്ളാഹു കൊടുത്ത്. അല്ലാഹു തആല ഓരോ അദാബും മാറ്റുന്ന സമയത്ത് അല്ലാഹ് എന്താ പറഞ്ഞത്? ഫലമ്മാ കശഫ്നാ അൻഹുമുൽ അദാബ ഇദാ ഹും യൻകുസൂൻ. ശിക്ഷ അങ്ങോട്ട് മാറ്റുമ്പോഴേക്ക് അവരെ വാക്കും മാറി, വിശ്വാസം മാറി. അങ്ങനെ ആകരുത്. നമുക്ക് ഓരോന്നും, മുഅ്മിനീങ്ങൾക്ക് ഓരോന്നും പിടിപെടുമ്പോ ആ ഓരോന്നിലും രണ്ട് വിഷയങ്ങൾ ഉണ്ടാകും. രണ്ടും തിരിച്ചറിയണം. എന്താ രണ്ടെണ്ണം? ഒരു നിലക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു പക്ഷെ അതിൽ സന്തോഷം ഉണ്ടാവും, ഹൈർ ഉണ്ടാകും. വേറെ കൂട്ടി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഷർറിന്റെ ഭാഗമായിട്ട് വന്നാൽ ഇതൊക്കെ തിരുത്താനാണത്. ഏതെങ്കിലും ഒരു ഷർ, ഒരു തിന്മ നമ്മുടെ ഭാഗത്തു നിന്നൊരു കാരണമായി വന്നിട്ടുണ്ടാകും, തിരുത്താനാണ് അല്ലാഹു തആല തന്നത്. തിരുത്തിയാൽ റെഡിയാവും, ഒരു കുഴപ്പമുണ്ടാവൂല, അത് ക്ലിയർ ആവുകയും ചെയ്യും. മഹാന്മാരായ ആളുകൾ, വലിയ മഹത്തുക്കൾ, അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അവർ ചില സമയത്ത് ചില പണികളൊക്കെ ചെയ്യും. എന്തിനാ ചില പണികൾ ചെയ്യാം? എൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി തന്നെ ഞാൻ തിരക്കിടില്ല എന്നൊരു തോന്നിയിട്ടുണ്ട്, അതൊന്ന് മാറ്റാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ എൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി തന്നെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല എന്നൊരു തോന്നിയപ്പോൾ തിരുത്താൻ വേണ്ടി ചെയ്തതാണ്. അവരാ തോന്നല് മറ്റുള്ളവർക്ക് തോന്നിട്ട് ഒരു കുഴപ്പമില്ല, കാരണം അവര് സത്യത്തിൽ എക്സ്ട്രാ ഡീസന്റാ. പക്ഷെ അവരെ മനസ്സിൽ ആ ഒരൊറ്റ തോന്നൽ കൊണ്ട് അള്ളാഹു എന്നെ പിൻവലിച്ചേക്കുമോ എന്നുള്ള പേടിയാണ്. ഞാനെല്ലാം തികഞ്ഞു പോയി എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നപ്പോ
ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. പക്ഷെ ആ തീരുമാനം കൂട്ടി നോക്കുമ്പോൾ ഒരു അബദ്, ഒരു അടിമ ചെയ്യുന്ന പണിയാണിപ്പോ ഒരു അമീറുൽ മുഅ്മിനീനായ ആള് ചെയ്യുന്നത്. ഒരു വിറക് കെട്ട് ചുമന്ന് ഏറ്റിക്കൊണ്ടു കൊടുക്കുക. അപ്പൊ എന്താ വിറക് കെട്ട് ചുമന്ന് ഏറ്റി കൊടുക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് നിവേദക സംഘങ്ങൾ എൻ്റെ അടുത്ത് വന്നപ്പോ എൻ്റെ മനസ്സിൽ എന്തോന്ന് തോന്നിപ്പോയി, ഞാൻ അതിനൊരു പരിഹാരം എടുത്തതാണ്, ഒരടിമന്റെ ഖിദ്മത്ത് പോലെ കുറച്ച് ഖിദ്മത്ത് എടുത്തതാണ്. അല്ലാ, അവരാ തോന്നുന്നത് നോക്കി നിങ്ങള്. കുറച്ച് നിവേദക സംഘങ്ങൾ, നമ്മളെ പുരയിൽ മണിക്കൂർ ഓരോ മണിക്കൂർ ഓരോ ആൾക്കാരിങ്ങനെ വരുമ്പോ പല ഭാഗത്തുനിന്നും ആൾക്കാരിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർ ചർച്ചയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇവിടുന്ന് വരുന്നുണ്ടല്ലോ, ഇപ്പൊ വന്ന മറ്റിടത്തുനിന്നാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഒന്ന് അറിയുമ്പോ നമ്മളൊന്നിങ്ങനെ ഒരു ലെവലായിട്ടൊന്ന് ഉഷാറായിട്ട് മട്ടത്തിലായിട്ട് ഞാനിപ്പോ അത്യാവശ്യം തിരക്കുള്ള കുഴപ്പമില്ല എന്നുള്ള തോന്നലാണെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്ന നിവേദക സംഘങ്ങള് വിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വിലയിരുത്താനും വന്നവരാണ്. പക്ഷെ അപ്പോഴേക്ക് മഹാനവർ ചിന്തിക്കണം, എൻ്റെ മനസ്സിൽ എന്തോന്ന് ചെറിയൊരു വലുപ്പം തോന്നിയതുപോലെ, ഞാനങ്ങനെ വലുതാകേണ്ട ആളല്ലല്ലോ, എന്താണ് അവരൊക്കെ വിനയം. അതിന് കുറച്ച് വിറക് കെട്ടുന്ന ചുമന്നങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക പല വീട്ടിലേക്കും എന്ന് ചിന്തിച്ചു പോയി. ഇതിപ്പോ വിശ്വാസരംഗത്തുള്ള വൈകല്യം തിരുത്താനാണ് അല്ലാഹു തആല മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ആ മുന്നറിയിപ്പുകളിൽ നിന്നാണല്ലോ ആളുകൾ മാറേണ്ടത്. അല്ലാഹു തആല പറയുന്നു, ഇവരെങ്ങനെ മാറാനാണ്? അന്നാ ലഹുമുദ് ദിക്റ, ഞാൻ ഈ കൊടുത്ത നിർദ്ദേശങ്ങൾ ഇവർക്ക് എങ്ങനെ ഫലിക്കാനാണ്, എങ്ങനെ ഇവർക്ക് ഉപകാരപ്പെടാനാണ്? വഖദ് ജാഅഹും റസൂലും മുബീൻ. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇവർക്ക് വന്നിരിക്കുന്നു റസൂലും മുബീൻ. ഏറ്റവും വലിയ അടയാളം ഈ കാണുന്ന ദൃഷ്ടാന്തങ്ങളും ദുഖാനൊന്നുമല്ല, പിന്നെയോ ഇതിനേക്കാളും ഏറ്റവും വലിയ അടയാളം ഈ വിഷയങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണമായവരെ മുന്നിലുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തള്ളിയില്ലേ, പിന്നെ ഇനി എന്ത് ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത് എങ്ങനെ ഫലിക്കാനാണ്? അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു തആല ബഹുമാനിച്ച, നമ്മൾ ചിന്തിക്കണം, അല്ലാഹു ബഹുമാനിച്ച ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും സ്ഥലങ്ങളെയോ ഏതെങ്കിലും സമയങ്ങളെയോ ഏതെങ്കിലും മഹത്വങ്ങളെയോ നിരാകരിച്ച് തള്ളി കുറവാക്കി കണ്ട് പിന്നെ കുറെ ദൃഷ്ടാന്തങ്ങൾ വന്നാലും ഫലിക്കൂല. വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അള്ളാഹു ബഹുമാനിച്ച വ്യക്തികൾ, അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങൾ, അള്ളാഹു ബഹുമാനിച്ച സമയങ്ങൾ, അതിലേതെങ്കിലും ഒന്നില് ബഹുമാനക്കേട്, ആദരവ് കേട്, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ട്രീറ്റ്മെന്റുകളൊന്നും ഫലിക്കൂല. അന്നാ ലഹുമുദ് ദിക്റ വഖദ് ജാഅഹും റസൂലും മുബീൻ. വിശ്വസിക്കാനും ചിന്തിക്കാനും ഇതിനേക്കാളും വലുത് അവർക്ക് വന്നു. അതാണ് റസൂലും മുബീൻ. കാര്യങ്ങളൊക്കെ തിരിയുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്ന, ഏത് പർവ്വതങ്ങളെയും ഒന്ന് വിളിച്ചാൽ മാടി വരും, ഏത് ദൃഷ്ടാന്തങ്ങളെയും തോൽപ്പിക്കാൻ പറ്റിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരാൻ പറ്റുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിലുണ്ടായിട്ട് അവര് വിശ്വസിച്ചില്ലല്ലോ, പിന്നെ അതൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം? അതാ അല്ലാഹു തആല ചോദിക്കുന്നത്. സുമ്മ തവല്ലൗ അൻഹു, ആ റസൂലിൽ നിന്ന് അവർ മാറിക്കളഞ്ഞു, പിന്തിരിഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു, മുഅല്ലമും മജ്നൂൻ, സത്യം ഉപദേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മുഅല്ലമുൻ, ആരോ പഠിപ്പിച്ചു വിടുന്ന ഒരാളാണ്. മജ്നൂനുൻ, ഇത് രണ്ട് കൂട്ടര് പറഞ്ഞതാണ്. ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു മുഅല്ലമുൻ, ഏതോ ആളുകൾ പഠിപ്പിച്ചിട്ടാണ് ഇയാളെ വിട്ടത്. വേറെ കൂട്ടര് പറഞ്ഞു മജ്നൂൻ, അതല്ല, എന്തോ ചെറിയ വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇമാമിങ്ങൾ പറയുന്നു, വമാ മസലുഹും ഇല്ലാ കമസലിൽ കൽബി, ഇവരുടെ ഉദാഹരണം ഒരു കൽബിനെ പോലെയാണെന്ന് പറയാം. ഇദാ ജാഅ ലഗാ വഇദാ ശബിഅ തഗാ. എന്താ കൽബിന്റെ സ്വഭാവം? വിശന്ന് വയറൊട്ടിയാൽ നാവ് തൂക്കി വല്ലതും കിട്ടണേ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ നടക്കും. ചിലപ്പോഴൊക്കെ അതിനു വേണ്ടി ഒച്ച വെക്കും. പള്ള നിറഞ്ഞാലോ വഴിവിട്ടു പോവും, വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കും. അതിന് വിശപ്പൊക്കെ മാറിയാൽ പിന്നെ അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിക്കാനോ എവിടെങ്കിലും കടിക്കാനോ പിടിക്കാനോ മറിക്കാനോ ഒക്കെ നോക്കും. ഇതേ രൂപത്തിലാണ് വിശന്നൊട്ടിയപ്പോൾ ഒക്കെ കിട്ടണമെന്നും, വിശപ്പ് മാറി, ദുരന്തങ്ങൾ മാറി, പരീക്ഷണങ്ങൾ മാറിയപ്പോ പിന്നെ ആ പഴയ കുരുത്തം കെട്ട സ്വഭാവത്തിലേക്ക് തന്നെ പോകുന്നത്. ഇവർക്ക് പറയാനുള്ള ഉദാഹരണം അതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മുന്നിൽ വന്നിട്ട്
തങ്ങൾ അവരെ മുന്നിലുണ്ടായിട്ട് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അപജയം എന്താണ്? അള്ളാഹു നമ്മുടെ ഈമാനെ കബൂലാക്കട്ടെ. സുമ്മ തവല്ലൗ അൻഹു വഖാലു മുഅല്ലമുൻ മജ്നൂൻ. അള്ളാഹു പറഞ്ഞു, ഇന്നാ കാശിഫുൽ അദാബി ഖലീലൻ. നിങ്ങൾ ചോദിച്ചതല്ലേ, ശിക്ഷ അല്പാൽപമായി നമ്മൾ മാറ്റിത്തരാം, അല്പാൽപമായി ശിക്ഷകൾ ഇങ്ങനെ മാറ്റിത്തരാം. പക്ഷേ മാറ്റിത്തന്നാലും ഇന്നകും മാഇദൂൻ, പഴയ അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകും. ഈ ഒരു ഘട്ടം നിങ്ങൾ മറന്നുപോകും. ഇപ്പൊ സംഭവിച്ചൊരവസ്ഥ അത് മറന്നുപോകും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകൂല. അതൊന്നും അതുകൊണ്ട് സംഭവിച്ചതല്ല എന്നൊക്കെ പറയും. പിന്നെയും പഴയ അവസ്ഥയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു. ദുആ ചെയ്തിട്ട് അല്ലാഹു തആല നീക്കിക്കൊടുത്തു. ഈ ദുഹാന് നീക്കിക്കൊടുത്തു, ക്ഷാമം നീക്കിക്കൊടുത്തു. പിന്നെയും പഴയ അതേ അവസ്ഥയിലേക്ക് തന്നെ പോയി. പിന്നെയും അവർ വിശ്വസിച്ചോ സ്വീകരിച്ചോ ഇല്ല. ദൃഷ്ടാന്തങ്ങളൊക്കെ കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്താലും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശ്വസിച്ചോളാ എന്നിവർ പറഞ്ഞപ്പോ ഘട്ടം ഘട്ടമായിട്ട് ശിക്ഷ നീക്കിക്കൊടുത്തു. എന്തിനാ അങ്ങനെ പറഞ്ഞറിയോ? ഇന്നാ കാശിഫുൽ അദാബി ഖലീൽ എന്ന് പറഞ്ഞ എന്തിനറിയോ? അത് അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഏത് അസുഖം വന്നാലും പെട്ടെന്ന് അസുഖം സുഖാകല്ലോ. ഉണ്ടോ? ഘട്ടം ഘട്ടമായിട്ട് പനി വിട്ടിട്ടുണ്ട്, പക്ഷെ തലവേദന കുറച്ച് ബാക്കിയുണ്ട്. തലവേദന മാറിയിട്ടുണ്ട്, പക്ഷെ ചെറിയ ഒരു കഫക്കെട്ട് കുറച്ച് ബാക്കിയുണ്ട്. എന്തിനാ അതറിയോ? എന്തിനാ? ഓർമ്മ നമ്മളെ മനസ്സിൽ നിൽക്കാനാണ്. ഇതൊക്കെ വന്നിരുന്നിട്ടോ ഘട്ടം ഘട്ടമായിട്ട് മാറുകയാണ്. നല്ലോണം ഒരുങ്ങിക്കോളി, നല്ലോണം മാറിക്കോളി. അതിനാണ് കാശിഫുൽ അദാബി ഖലീലൻ. 40 ദിവസത്തിന് ശേഷം പതുക്കെ പതുക്കെയാണ് ഈ ശിക്ഷ അള്ളാഹു മാറ്റി കൊടുത്തത്. അവരെ പിടിപെട്ട ആ ഒരു കൊല്ലത്തെ വരൾച്ച, ആ വിശപ്പ്, കഠിനമായ വിശപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നു, ഒറ്റടിക്ക് മാറൂലേ? പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം എന്തിനായിരുന്നു അത്? അതിനാണ് നമ്മളെ ശരീരത്തിലൊക്കെ അങ്ങനെ തരുന്നത്. ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓർമ്മപ്പെടുത്താനാണ്. ഇതുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു, ഇതൊക്കെ മാറി ഒക്കെ ക്ലീൻ ആയാൽ പിന്നെ നീ ശുക്ർ ചെയ്തിട്ട് നന്നാകണം. പഴയ അവസ്ഥയിലേക്ക് പോകരുത്. ഇവര് ദ്വാരുന്നപ്പോ പറഞ്ഞത് ഇന്നാ മുഅ്മിനൂന്നാ, ഞങ്ങൾ വിശ്വസിച്ചോളാ. ഏറ്റവും വലുതല്ലേ ഈമാന്. ഞങ്ങൾ വിശ്വസിച്ചോളാം. ഈ അദാബൊന്നും നീക്കിക്കൊണ്ട പഠിച്ചോനെ, ഈ അദാബൊന്നും നീക്കി തന്നാ ഞങ്ങൾ വിശ്വസിച്ചോളാം. അല്ലാഹു തആല പറഞ്ഞു, അദാബൊക്കെ അല്പാൽപമായിട്ട് നീക്കി തരും, പക്ഷെ ഇന്നകും മാഇദൂൻ, നിങ്ങൾ മറക്കും, കാര്യങ്ങൾ മറക്കും. പക്ഷെ ആ കാര്യങ്ങൾ മറക്കാത്ത ആൾക്കാർ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, വൈദാ ഗശിയഹും മൗജുൻ കല്ലുലലി, പർവ്വത സമാനമായ വലിയ വലിയ പ്രതിസന്ധികൾ ആൾക്കാരെ വന്ന് പൊതിഞ്ഞാൽ, ആൾക്കാരെ വന്നുകൊണ്ട് പൊതിഞ്ഞു. വലിയ വലിയ പ്രതിസന്ധികൾ, കുറച്ചൊന്നല്ല, വലിയ വലുത്. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും, ഈ ഇഖ്ലാസോടെ പ്രാർത്ഥിക്കും. വിശ്വാസം അള്ളാഹുവിന് മാത്രമാക്കിയിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് എന്ത് പറയും? പഠിച്ചോനെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട്. രക്ഷപ്പെടുത്തിയാൽ നീ പറയുന്ന എന്തും കേൾക്കാം, എല്ലാം കേൾക്കാം. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഫമിൻഹും മുഖ്തസിദ്, കരയിലേക്ക്, കടലിൽ നിന്ന് അവരങ്ങോട്ട് രക്ഷപ്പെടുത്തിയാൽ എല്ലാരും പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്നല്ല പറഞ്ഞു. ഫമിൻഹും, അവരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ മുഖ്തസിദൻ, ആ പറഞ്ഞതിനോട് കൂറുപാലിക്കും, കൂറു പുലർത്തും. ബാക്കിയുള്ള ആൾക്കാരോ പഴയപടിയിലേക്ക് പോകും, പഴയ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണല്ലോ അബൂജഹലിന്റെ മകൻ ഇക്രിമ നടുക്കടലിൽ കുടുങ്ങി മക്കത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. മദീനത്ത് നിന്ന് 10,000 സ്വഹാബത്തുമായിട്ട് മക്ക വിജയത്തിന് കുടുങ്ങുന്ന് കണ്ടപ്പോഴാണ്, ഉറപ്പായിട്ട് കുടുങ്ങും. ഇക്രിമ വേഗം മക്കത്ത് നിന്ന് വേഗം പോയി ജിദ്ദയിലേക്ക്, കപ്പൽ മാർഗം യമനിലേക്ക് വിടുകയാണ്. പോകുന്ന കപ്പല് നടുക്കടലിലെത്തിയപ്പോൾ പല ഭാഗം പൊട്ടി, വെള്ളം കയറിയത് സംഗതി ആകെ പോകാൻ തുടങ്ങാണ്. കപ്പല് പൊട്ടിപ്പൊളിഞ്ഞ് കുടുങ്ങുന്ന കണ്ടപ്പോ അബൂജഹലിന്റെ മകൻ പറഞ്ഞു, പഠിച്ചോനെ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ നിന്റെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണും, വിശ്വസിക്കും, അവിടുത്തെ കൈവച്ച് മുസാഫഹത്ത് ചെയ്യും. മദീനത്ത് വന്ന് കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫലമ്മാ നജ്ജാഹും മിനൽ ബദ്ദി ഫമിൻഹും മുഖ്തസിദ്,
കരയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തിയപ്പോ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞതിനോട് കൂറുപാലിക്കുന്നു പറഞ്ഞല്ലോ, ആ പറഞ്ഞു വിട്ടതാണ്. അപ്പോഴാണ് സ്വഹാബത്ത് ചോദിച്ചത്, അതെന്താ സംഭവം? അത് നടുക്കടലിൽ വെച്ച് ഇക്രിമ പറഞ്ഞൊരു വർത്തമാനുണ്ട്, രക്ഷപ്പെടുത്തിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും, മുസാഫഹത്ത് ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ ആ വിശ്വാസം. ആ രക്ഷ ഇക്രിമക്ക് മാത്രമല്ല കിട്ടിയത്, ബാക്കി കുറെ ആൾക്കാർ കപ്പലില്ലേ, അതൊക്കെ ഇവിടെ. അതങ്ങനെയാണ്. എപ്പോഴും ഒരു കുടുംബത്തിനാകട്ടെ, ഒരു നാട്ടിലാകട്ടെ, മറ്റാകട്ടെ, ഒരു വിഷയം സംഭവിച്ചാൽ ഉണർന്ന് ചിന്തിക്കുന്നവർ ഖലീലുൻ, അത് കുറച്ചേ ഉണ്ടാകും. നല്ല ഉണർവുള്ളവരിൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇന്നാ കാശിഫുൽ അദാബി ഖലീലൻ ഇന്നകും മാഇദൂൻ. ഇവിടെ ഇപ്പോ മൂന്നാമത്തെ ഒരു ദുഖാന്, രണ്ടഭിപ്രായം പറഞ്ഞു. മൂന്നാമത്തെ ഒരു ദുഖാനെ പറ്റി പറഞ്ഞപ്പോ, മൂന്നാമത്തെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ മഹാന്മാര് പറഞ്ഞു, മക്ക വിജയത്തിന്റെ അന്ന് ഒരു ദുഖാന് മോഡൽ ഉണ്ടായിട്ടുണ്ട്. മക്ക വിജയം നടന്ന അന്ന് മൊത്തം ഒരു പൊടിപടൽ ഉണ്ടായിട്ടുണ്ട്. മക്കാരൊക്കെ പേടിച്ചിട്ട് എന്തോ സംഭവിക്കാൻ പോവുകയാണ്. മക്കത്തേക്ക് സ്വഹാബത്തൊക്കെ വരുന്നതിന് മുമ്പ് ആകാശത്തിൽ നിന്ന് വല്ലാത്ത ഒരു പൊടി അങ്ങോട്ട് പരന്ന്, പൊടിക്കാറ്റടിച്ചിട്ട് മക്കന്റെ എല്ലാ ഭാഗങ്ങളിലും. അത് സംബന്ധിയായിട്ടാണ് അല്ലാഹു തആല ഈ ദുഖാൻ എന്ന് പറഞ്ഞത്. പിന്നെ തങ്ങളും സ്വഹാബത്തൊക്കെ എത്തിയോട് അല്പാൽപമായി നീങ്ങിയത് ക്ലീനായി മാറിപ്പോയി. അങ്ങനെ ഒരു മൂന്നാമത്തെ അഭിപ്രായവും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, നിങ്ങളൊക്കെ പഴയ രൂപത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകും, പക്ഷേ ഇനി ഒരു പിടുത്തം, നല്ല ഒരു പിടുത്തം പിടിക്കാനുണ്ട്. യൗമ നബ്തുഷുൽ ബത്ഷത്തൽ കുബ്രാ, വലിയൊരു പിടുത്തം, വലിയൊരു ശിക്ഷ ശിക്ഷിക്കുന്ന അന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അതേതാ? യൗമുൽ ഖിയാമ. ഒന്നെങ്കിൽ അത് ഖിയാമത്ത് നാളാണ്. ഇന്നാ മുംതഖിമൂൻ, നിങ്ങളെ നന്നായി നമ്മൾ അന്ന് പ്രതിരോധിക്കും, ശിക്ഷിക്കും, പ്രതികാരമെടുക്കും. അന്ന് രക്ഷപ്പെടാൻ പിന്നെ നിങ്ങൾക്ക് കഴിയൂല. അന്ന് നിങ്ങളെ വേണ്ട വിധത്തിൽ നമ്മൾ ശിക്ഷിക്കും. ഇവിടെ നിന്നുള്ള എല്ലാ ഷോക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ തന്നിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തോണ്ടല്ലേ ഈ ലാസ്റ്റ് ഒന്ന് ഖിയാമത്ത് നാളാണ്. അല്ല, നല്ല ഒരു പിടുത്തം പിടിക്കുന്ന അന്ന് നിങ്ങളെ ശരിക്കും നമ്മളൊന്ന് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് യൗമു ബദർ, ബദർ ദിവസത്തെ പറ്റിയാണ് എന്നും തഫ്സീറിലുണ്ട്. വല്ലാത്തൊരു പിടുത്താന്ന് പിടിച്ചത്, ചെറിയ പിടുത്തൊന്നുമല്ലല്ലോ. ബദറിന്റെ അന്ന് എന്തൊരു ശിക്ഷ കിട്ടിയത്. കാരണം ബദറിന്റെ അന്ന് അങ്ങനത്തെ ഒരു അനുഭവം പഴയകാലത്ത് സമരമുഖങ്ങളിൽ സംബന്ധിച്ച മുശ്രിക്കുകളുടെ പക്ഷത്തുള്ള നല്ല ധീരന്മാരായ ആളുകൾക്ക് ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായില്ല. തിരിച്ചു പോയിട്ട് പലരും പറഞ്ഞില്ലേ, നമ്മളെ വെട്ടിയത്, നമ്മളെ ആട്ടിയത്, നമ്മളെ ഓട്ടിയത് മദീനക്കാരൊന്നല്ല, നമ്മളെ നാട്ടിൽ നിന്ന് പോയാലൊന്നല്ല. പിന്നെ ആരാന്നുള്ളൊരു ആശങ്കയെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അബൂലഹബും കൂട്ടരിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടിമ പറഞ്ഞത്, അതാരുമല്ല, മലക്കുകളാണ് പറഞ്ഞു. ഇത് കേട്ടിട്ടാണ് ആ അടിമൻ അബൂലഹബ് തച്ചത്, കുതിര തച്ചത്, മലക്കുകളാന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട്. കാരണം ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ പറയാണ്, നമ്മളെ വെട്ടിയത്, നമ്മളെ അടിച്ചത് മദീനക്കാരന്മാര് അടി അടിക്കുമല്ലോ. എന്തടി അടിച്ച്? വേദനിച്ച ആൾക്കാർ പറയാണ്, അനുഭവിച്ച ആൾക്കാർ പറയാണ്. മദീനക്കാരും അല്ല, ഇവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് പോയവരല്ല, പിന്നെ ആരെങ്കിലും ഒന്ന് വേണമല്ലോ അടിച്ചത്. അപ്പൊ വല്ലാത്ത ഒരു ശിക്ഷയാണ്, ഒരു താക്കീതാണ് ബദറിലൂടെ അല്ലാഹു തആല നൽകിയത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ബദർ കഴിഞ്ഞിട്ട് വീമ്പ് പറഞ്ഞിട്ട് രണ്ടാമതൊന്നും നോക്കാന്ന് പറഞ്ഞ അബൂ സുഫിയാൻ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ സംഘടിച്ചിരുന്നു. അങ്ങനെ നബിതങ്ങളിലേക്ക് ആളെ പറഞ്ഞയച്ചു, ധൈര്യമുണ്ടെങ്കിൽ വരി എന്നൊക്കെ പറഞ്ഞിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് കഴിഞ്ഞിരിക്കുകയാണ്. ഉഹുദിൽ നിന്ന് പരിക്ക് പറ്റിയ സ്വഹാബത്ത് അടക്കമുള്ളവർ പോകാന്ന് പറഞ്ഞു. അമ്മക്ക് എന്തിനാ പേടിച്ചു? പോകാന്ന് പറഞ്ഞു. ഒരാഴ്ചക്കാലം നിശ്ചയിച്ച സ്ഥലത്ത് അവർ പോയി കൂടിയിട്ട് ഒരു കുട്ടി വരണ്ടേ. അന്നൊരു നല്ല കച്ചവടത്തിന്റെ സീസണായിരുന്നു. സ്വഹാബത്ത് കൊണ്ടുപോയതൊക്കെ കച്ചവടം ചെയ്ത് നല്ല ലാഭമായിട്ട് തിരിച്ചുപോയി. നിങ്ങൾ പോകണ്ട, മക്കത്തുനിന്ന് ഒരാളെ പറഞ്ഞയച്ചിരുന്നു അബൂ സുഫിയാൻ, എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. രണ്ടാമതൊന്ന് വെല്ലു വിളിച്ചതാണ്, ഇനിയും ധൈര്യം ഉണ്ടോ എന്ന് വരാൻ, രണ്ടാമതൊരു ബദർക്ക് വരാൻ ധൈര്യം ഉണ്ടോ? സ്വഹാബത്തിനോട് വെച്ചു, ധൈര്യം ഉണ്ടോ? ഓ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ മക്കത്തുനിന്ന് ഒരാളെ പറഞ്ഞയച്ചു, അബൂ സുഫിയാന് വരണ്ടട്ടോ. നേരത്തെ വന്നത് 1000 ആൾക്കാരാണെങ്കിൽ ഇപ്പൊ അതിലും കൂടുതൽ ആൾക്കാരാണ് സംഘടിച്ച് വരാൻ നിൽക്കുന്നത്. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ആളുകളൊക്കെ സംഘടിച്ച് നിങ്ങൾ പേടിച്ചോളി എന്ന് ഒരാളെ പറഞ്ഞയച്ചപ്പോ ഫസാദഹും ഈമാന, ആ വാക്ക് അപ്പറഞ്ഞ വാക്ക് സ്വഹാബത്തിന് ഈമാൻ കൂട്ടിയെന്നാ. അങ്ങനെ ഉണ്ടോ? വഖാലു ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, പോകാൻ വെക്കുന്നു. ഒരു പ്രശ്നമില്ല. ഒരാഴ്ചക്കാലം ബദറിൽ അവിടെ താമസിച്ചു. ഒരാളൊരു വരട്ടെ, അതുവരെ ബിസിനസ് നടത്താലോ. അന്നൊരു സീസണാണ്, കച്ചവടത്തിന്റെ സീസണാണ്.
അതിന് സാധനങ്ങളൊക്കെ സഹാബത്ത് കൊണ്ടാണ്. അതൊക്കെ ചെലവായി നല്ല ലാഭമായിട്ട് മദീനത്തേക്ക് തിരിച്ചുപോയി. ആര് വരും? ഒരു കുട്ടിയും വരൂല. പിന്നെ ആ രൂപത്തിലൊരു ധൈര്യം വന്നിട്ടില്ല. അതാണ് യൗമ നബത്തുൽ ബത്തുഷത്തുൽ കുബ്ര. വലിയ പിടുത്തം നമ്മൾ പിടിച്ച അന്ന് ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കും, നന്നായി അനുഭവിക്കും. ഇന്നാ മുൻതഖിമൂൻ, നമ്മൾ ശിക്ഷിക്കുന്നവരാണ്, പ്രതികരിക്കുന്നവരാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചത്. അപ്പോൾ ഈ ആയത്തിന്റെ പിൻഭാഗവും ആയത്തിന്റെ ഇടയിലുള്ള സൂചനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെ ആ ദുഖാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സംഭവിച്ച ഈ വിശപ്പും അത് വരൾച്ചയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നാണ് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാകുന്നത്. ഖിയാമത്ത് നാളോടനുബന്ധിച്ചിരിക്കുന്ന ദുഖാന് അത് വരാനുണ്ട്, ഈ ആയത്തതിലേക്ക് സൂചനയാണ് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. രണ്ട് സംഭവങ്ങൾക്കും ആകാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും പകർത്താനും നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.